ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ജോസ്ന. പ്രധാന വാർത്തകൾ. ഇറാൻ ഗൾഫ് മേഖലയിലെ സംഘർഷ സാഹചര്യങ്ങളിൽ ആശങ്കയറിയിച്ച് ഇന്ത്യ. ഇന്ത്യൻ പൌരന്മാർ വെബ്സൈറ്റിൽ പേര് രജിസ്റ്റർ ചെയ്യണമെന്ന് ഇസ്രയേലിലെ ഇന്ത്യൻ എംബസി. ശരിയായ രീതിയിൽ വാർത്തെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾ സമൂഹത്തിനും രാഷ്ട്രത്തിനും കൂടുതൽ സംഭാവനയേകുമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ആന്ധ്രാപ്രദേശിലെ കാക്കിനഡയിൽ പടക്ക നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനത്തിൽ 21 മരണം. ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ധനസഹായം പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബോട്സ്വാനയിൽ നിന്ന് 9 ചീറ്റപ്പുലികളെ മധ്യപ്രദേശിലെ കുനോ ദേശീയോദ്യാനത്തിൽ എത്തിച്ചെന്ന് കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവ്. വാർത്തകൾ വിശദമായി. ഇറാനിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇസ്രയേലും അമേരിക്കയും ഓപ്പറേഷൻ ലയൺസ് റോർ എന്ന പേരിൽ സംയുക്ത സൈനിക നീക്കം ആരംഭിച്ചു. ഇറാന്റെ പടിഞ്ഞാറൻ മേഖലയിലുള്ള സൈനിക താവളങ്ങൾ ലക്ഷ്യമാക്കിയാണ് ആക്രമണം. തലസ്ഥാനമായ ടെഹ്റാനിലെ അതീവ സുരക്ഷാ മേഖലകളിലും വൻ സ്ഫോടനങ്ങൾ നടന്നു. ആക്രമണത്തെ തുടർന്ന് ഇറാൻ വ്യോമപാത അടച്ചു. ഇസ്രയേലിൽ രാജ്യവ്യാപകമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ആക്രമണത്തിന് തിരിച്ചടിയായി ഗൾഫ് മേഖലയിലെ അബുദാബി, ബഹ്റൈൻ, കുവൈറ്റ് എന്നിവിടങ്ങളിലേക്ക് ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. ഖത്തർ, കുവൈറ്റ്, UAE, ഇറാഖ് എന്നീ രാജ്യങ്ങൾ വ്യോമപാതകൾ താൽക്കാലികമായി അടച്ചു. ഇറാൻ ഗൾഫ് മേഖലയിലെ സംഘർഷ സാഹചര്യങ്ങളിൽ ഇന്ത്യ ആശങ്കയറിയിച്ചു. ഇന്ത്യൻ പൌരന്മാർ വെബ്സൈറ്റിൽ പേര് രജിസ്റ്റർ ചെയ്യണമെന്ന് ഇസ്രയേലിലെ ഇന്ത്യൻ എംബസി ആവശ്യപ്പെട്ടു. പൌരന്മാർ ജാഗ്രത പാലിക്കണമെന്നും സുരക്ഷാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. പശ്ചിമേഷ്യൻ മേഖലയിലേക്കുള്ള വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവച്ചതായി എയർ ഇന്ത്യ അറിയിച്ചു. വിമാനങ്ങളുടെ തൽസ്ഥിതി എയർ ഇന്ത്യയുടെ വെബ്സൈറ്റിൽ പരിശോധിക്കാനാകും. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കോൾ സെന്ററുകളിലൂടെയും വിവരങ്ങൾ ലഭ്യമാകും. തിരുവനന്തപുരം ദോഹ, തിരുവനന്തപുരം ദുബായ് സർവീസുകൾ എയർ ഇന്ത്യ റദ്ദു ചെയ്തു. ഇൻഡിഗോ സർവീസുകൾ താൽക്കാലികമായി നിർത്തിവച്ചു. എയർ അറേബ്യ തിരുവനന്തപുരം അബുദാബി സർവീസും റദ്ദാക്കി. സംഘർഷ സാഹചര്യത്തിൽ നോർക്ക റൂട്ട്സ് ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം ആരംഭിച്ചു. സഹായം ആവശ്യമുള്ളവർക്ക് +9182012012345 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഇന്ത്യയിൽ നിന്നും 1800-425-3939 എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. പൌരന്മാർ അതത് രാജ്യങ്ങളിലെ ഇന്ത്യൻ എംബസികളുടെയും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ശരിയായ രീതിയിൽ വാർത്തെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾ സമൂഹത്തിനും രാഷ്ട്രത്തിനും കൂടുതൽ സംഭാവനയേകുമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. കോട്ടയം ചങ്ങനാശ്ശേരി സെന്റ് ബെർക്കിമാൻസ് കോളേജ് ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, മന്ത്രി VN വാസവൻ, കൊടിക്കുന്നിൽ സുരേഷ് MP തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു. തൃശൂരിലെ ദേവമാതാ CMI പബ്ലിക് സ്കൂളിൽ ചേതന ഗാനാശ്രമത്തിന്റെ ശിലാസ്ഥാപനം ശ്രീ CP രാധാകൃഷ്ണൻ നാളെ നിർവഹിക്കും. പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് ഹൈസ്കൂൾ ശതാബ്ദി ആഘോഷങ്ങളിലും അദ്ദേഹം പങ്കെടുക്കും. ഇന്ത്യയിൽ അടുത്തിടെ സംഘടിപ്പിച്ച ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടി നിർമ്മിത ബുദ്ധിയിലെ രാജ്യത്തിന്റെ കഴിവുകളെ ലോകത്തിന് പരിചയപ്പെടുത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുജറാത്തിലെ സാനന്ദിൽ മൈക്രോൺ സെമി കണ്ടക്ടർ ടെക്നോളജി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ സെമി കണ്ടക്ടർ അസംബ്ലി, ടെസ്റ്റ് ആൻഡ് പാക്കേജിംഗ് സൌകര്യം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. आज सानंद में हम नए भविष्य का उदय होते देख रहे हैं. माइक्रोन की इस ATMP फैसिलिटी में कॉमर्शियल प्रोडक्शन की शुरुआत ग्लोबल टेक्नोलॉजी वैल्यू चेन में भारत की भूमिका को मजबूत करने वाली है. साथियों, आज भारत बहुत तेजी से ग्लोबल सेमीकंडक्टर वैल्यू चेन का हिस्सा बन रहा है. HPV പ്രതിരോധ കുത്തിവയ്പ് രാജ്യത്തെ സ്ത്രീ ശാക്തീകരണത്തിലെ സുപ്രധാന ചുവടുവയ്പ്പാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 14 വയസ്സുള്ള പെൺകുട്ടികൾക്കായുള്ള ഗർഭാശയഗള അർബുദത്തിനെതിരായ HPV വാക്സിനേഷൻ യജ്ഞത്തിന് പ്രധാനമന്ത്രി രാജസ്ഥാനിലെ അജ്മീറിൽ തുടക്കം കുറിച്ചു. ഏകദേശം 1.15 കോടി പെൺകുട്ടികൾക്കാണ് പ്രതിരോധ കുത്തിവയ്പ് നൽകുന്നത്. ആന്ധ്രാപ്രദേശിലെ കാക്കിനഡ ജില്ലയിൽ പടക്ക നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനത്തിൽ 21 മരണം. നിരവധി പേർക്ക് പരിക്കേറ്റു. സ്ഫോടനത്തിലുണ്ടായ ജീവഹാനിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖം രേഖപ്പെടുത്തി. മരണമടഞ്ഞവരുടെ അടുത്ത ബന്ധുക്കൾക്ക് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം പ്രഖ്യാപിച്ചു. ബോട്സ്വാനയിൽ നിന്ന് 9 ചീറ്റപ്പുലികളെ മധ്യപ്രദേശിലെ കുനോ ദേശീയോദ്യാനത്തിൽ എത്തിച്ചതായി കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ്.
6 പെൺചീറ്റകളെയും 3 ആൺചീറ്റകളെയുമാണ് എത്തിച്ചതെന്ന് മന്ത്രി വ്യക്തമാക്കി. ഇന്ത്യയിൽ ജനിച്ച 28 കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ രാജ്യത്താകെ 48 ചീറ്റകളുണ്ടെന്നും ശ്രീ യാദവ് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കുള്ള ടൌൺഷിപ്പിന്റെ ഉദ്ഘാടനം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. 178 കുടുംബങ്ങൾക്കാണ് ആദ്യഘട്ടത്തിൽ വീട് നൽകുന്നത്. ഭിന്നശേഷിക്കാരായ വ്യക്തികളുടെ ഉന്നമനത്തിനും സമഗ്ര ശാക്തീകരണത്തിനുമായി കേരള സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷന്റെ കീഴിൽ സുശക്തി എന്ന പേരിൽ സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിക്കാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. സൊസൈറ്റിയുടെ സംഘടനാ പ്രമാണവും നിയമാവലിയും അംഗീകരിക്കാനും തീരുമാനിച്ചു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ കീഴിൽ വിവിധ തസ്തികയിലെ കരാർ ജീവനക്കാരുടെ വേതനത്തിൽ 2025 ഏപ്രിൽ 1 മുതൽ 10% വർധന പ്രാബല്യത്തിൽ വരുത്തും. പോലീസ് വകുപ്പിൽ 51 അധിക തസ്തിക സൃഷ്ടിക്കാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. അഴീക്കൽ തുറമുഖ വികസനത്തിനായി കണ്ണൂർ താലൂക്ക് അഴീക്കോട് നോർത്ത് വില്ലേജിൽപ്പെട്ട 30.88 ഹെക്ടർ ഭൂമിയും മാട്ടൂൽ വില്ലേജിൽപ്പെട്ട 27.28 ഹെക്ടർ ഭൂമിയും ഉൾപ്പെടെ 58.16 ഹെക്ടർ ഭൂമി മലബാർ ഇന്റർനാഷണൽ പോർട്ട് ആൻഡ് സെസ് ലിമിറ്റഡിന് നിബന്ധനകൾക്ക് വിധേയമായി പാട്ടത്തിന് നൽകാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ആഗോള സമ്പദ് വ്യവസ്ഥയുടെ ഭാവി ജൈവ സാങ്കേതിക വിദ്യാ മേഖലയിലാണെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. തിരുവനന്തപുരം ആക്കുളത്തെ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി ക്യാമ്പസിൽ വാർഷിക ശാസ്ത്രദിന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജൈവ സാങ്കേതിക വിദ്യാ നയമുള്ള ചുരുക്കം രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യയെന്നും അദ്ദേഹം പറഞ്ഞു. We have a new chain of biofoundries in biomanufacturing. We've gone up to rank 3 in Indo-Pacific, and globally we are ranked 12 or 13. And very recently in the new budget also you found the announcement of a biopharma Shakti mission. ക്യാമ്പസിൽ റീകോമ്പിനന്റ് സെല്ലുകൾക്കും സെൻസറുകൾക്കുമുള്ള ദേശീയ സംവിധാനം നാടിന് സമർപ്പിച്ച കേന്ദ്ര സഹമന്ത്രി ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസ് സൌകര്യത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനവും നിർവഹിച്ചു. കേരളത്തിൽ ഈ വർഷം ജനുവരി 1 18 വയസ്സ് പൂർത്തിയായിട്ടും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ സമയത്ത് പേര് ചേർക്കാൻ സാധിക്കാത്തവർക്ക് പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം. voters.eci.gov.in എന്ന വെബ്സൈറ്റിലൂടെയോ ECI നെറ്റ് മൊബൈൽ ആപ്പ് വഴിയോ ബന്ധപ്പെട്ട ബൂത്ത് തല ഓഫീസർ വഴിയോ അപേക്ഷിക്കാം. തിരഞ്ഞെടുപ്പിനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി വരെയാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരമുള്ളത്. മാർച്ച് മാസത്തിൽ KSEB ഉപഭോക്താക്കൾക്ക് ഇന്ധന സർചാർജ് തിരികെ ലഭിക്കും. 2026 ജനുവരി മാസത്തിൽ വൈദ്യുതി വാങ്ങൽ ചെലവിലുണ്ടായ കുറവാണ് KSEB ഉപഭോക്താക്കൾക്ക് കൈമാറുന്നത്. മാർച്ച് മാസത്തെ ബില്ലിൽ KSEBയുടെ പ്രതിമാസ ബില്ലിംഗ് ഉപഭോക്താക്കൾക്ക് യൂണിറ്റിന് 2 പൈസയുടെയും ദ്വൈമാസ ഉപഭോക്താക്കൾക്ക് യൂണിറ്റിന് 1 പൈസയുടെയും കുറവ് ലഭിക്കുമെന്ന് KSEB അറിയിച്ചു. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് അഷ്വേർഡ് പെൻഷൻ ഉറപ്പാക്കി ഉത്തരവായി. നാഷണൽ പെൻഷൻ സ്കീമിന് പകരമായി അഷ്വേർഡ് പെൻഷൻ സ്കീം കൊണ്ടുവരുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായാണ് മിനിമം പെൻഷൻ ഉറപ്പാക്കുന്ന അഷ്വേർഡ് പെൻഷൻ സ്കീം ഈ വർഷം ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വരുത്തി ഉത്തരവിറക്കിയത്. തീരദേശവാസികൾക്കും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്കും വീട്ടു നമ്പർ അനുവദിക്കുന്നത് സംബന്ധിച്ച് പഠിച്ച നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനായി സർക്കാർ പ്രത്യേക സമിതിയെ നിയോഗിച്ചു. തദ്ദേശ സ്വയംഭരണ സെക്രട്ടറി, പരിസ്ഥിതി സ്പെഷ്യൽ സെക്രട്ടറി എന്നിവരടങ്ങുന്നതാണ് സമിതി. ഈ മാസം 24 മന്ത്രിസഭാ യോഗ തീരുമാനപ്രകാരമാണ് ഉത്തരവ്. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം ജമ്മു കശ്മീരിന്. കർണാടകയിലെ ഹുബ്ബള്ളിയിൽ നടന്ന ആവേശകരമായ ഫൈനലിൽ കർണാടകയെ പരാജയപ്പെടുത്തിയാണ് ജമ്മു കാശ്മീർ ഇതാദ്യമായി രഞ്ജി ട്രോഫി സ്വന്തമാക്കിയത്. 67 വർഷത്തെ നീണ്ട കാത്തിരിപ്പിന് വിരാമമിട്ടാണ് ജമ്മു കാശ്മീരിന്റെ ഈ ചരിത്ര നേട്ടം. 2020 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് സൂപ്പർ 8-ൽ ടോസ് നേടിയ ശ്രീലങ്ക പാകിസ്ഥാനെ ബാറ്റിംഗിന് അയച്ചു. ശ്രീലങ്കയിലെ പല്ലക്കലെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. പാകിസ്ഥാന്റെ സാഹിബ് സാദ ഫർഹാൻ സെഞ്ചുറി നേടി. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ പാകിസ്ഥാൻ 20ാം ഓവറിൽ 6 വിക്കറ്റിന് 203 റൺസ് എന്ന നിലയിലാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇറാൻ ഗൾഫ് മേഖലയിലെ സംഘർഷ സാഹചര്യങ്ങളിൽ ആശങ്കയറിയിച്ച് ഇന്ത്യ. ഇന്ത്യൻ പൌരന്മാർ വെബ്സൈറ്റിൽ പേര് രജിസ്റ്റർ ചെയ്യണമെന്ന് ഇസ്രയേലിലെ ഇന്ത്യൻ എംബസി. ശരിയായ രീതിയിൽ വാർത്തെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾ സമൂഹത്തിനും രാഷ്ട്രത്തിനും കൂടുതൽ സംഭാവനയേകുമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ആന്ധ്രാപ്രദേശിലെ കാക്കിനടയിൽ പടക്ക നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനത്തിൽ 21 മരണം. ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ധനസഹായം പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി.
ബോട്സ്വാനയിൽ നിന്ന് 9 ചീറ്റപ്പുലികളെ മധ്യപ്രദേശിലെ കുനോ ദേശീയോദ്യാനത്തിൽ എത്തിച്ചെന്ന് കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവ്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു.